രേണു സുധിയോട് ബിഗ് ലൂസ് പറഞ്ഞു ഇനി മേലാല് സുധി അത് ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുന്നത്. കൺഫെഷൻ റൂമിൽ എടുത്തിട്ട് പൊരിച്ചു എന്നാ കേട്ടത്. അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ലൂസ് കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും രേണു സുധി പ്രത്യേകിച്ച് കഴിവുണ്ടായിട്ട് വന്നൊന്നല്ല. കൊല്ലസുധി മരിച്ചു, അതിലൂടെ ഒരു ഫേമസ് ആയി, അത് വെച്ച് അങ്ങോട്ട് കയറി, അത്രേ ഉള്ളൂ. എന്നാൽ ഒരു ദിവസം പോലും കൊല്ലം സുധിയുടെ പേര് പറയാതെ രേണു സുധിക്ക് അതിൽ സർവൈവ് ചെയ്ത് പോകാൻ കഴിയില്ല എന്നുള്ളതാ. ഒരു കഴിവോ ഇല്ലടേ. നമുക്കെന്തായാലും ബിഗ് ലൂസ് കൺഫെഷൻ റൂമിലേക്ക് രണസുനെ കൊണ്ടുവന്നപ്പോ രണസുനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് കാണാം. എന്റെ മനസ്സിൽ ഇപ്പൊ സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല. ഞാൻ സത്യമായിട്ട് സുധിച്ചേട്ടനെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതാണ് എന്റെ ചിന്ത. നല്ലൊരു ചിന്തയാണത്. പക്ഷെ അങ്ങനെ അവിടെ ഏൽപ്പിച്ചു വന്നതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? കൽപ്പനേച്ചി മിസ് യു. അങ്ങനെ നമ്മൾ പറയും ഒരു 2 വീക്സ് എന്താണത്? ഹൈ 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 ഹൈ. കൽപ്പന ചേച്ചിയും കൊല്ലസുധിയൊക്കെ ഇപ്പൊ ഏകദേശം ഒരു സ്ഥലത്താന്നാ പറയുന്നേ. എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയോ? വെറുതെ ഒരു കാര്യമില്ലാതെ പൊട്ടത്തരം വിളിച്ചെറിഞ്ഞിട്ടിരിക്കുകയെന്നുള്ളതാ. കൊല്ലസുധിയെ വീട്ടിൽ നിർത്തിയിട്ട് അത്ര വന്നിട്ടുള്ളത്. ആള് മരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. കൊല്ലസുധി എന്നൊരു മനുഷ്യൻ മരിച്ചിട്ടില്ലെങ്കിൽ എന്റെ പൊന്നു രണസുന്നെ നീ ഇന്ന് ബിഗ് ലൂസിൽ എത്തൂല. അത് ആദ്യം മനസ്സിലാക്കുക. അയാള് മരിച്ചത് കൊണ്ട് മാത്രമാണ്. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തൂല. കോപ്രായത്തരങ്ങൾ കാണിച്ച് 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 ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടാണ് നിങ്ങൾ അവിടെ എത്തുന്നത്. ഇപ്പൊ കുറച്ച് വീട്ടമ്മമാരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ല എന്റെ പൊന്നുമക്കളെ. എന്താണ് ആ ബിഗ് ലൂസിൽ കാണിച്ചോണ്ടിരിക്കുന്നത്? സത്യം പറയാച്ച ഈ പ്രാവശ്യത്തെ ബിഗ് ലൂസ് ഉണ്ടല്ലോ, തനി തനി കൂതറകളെ വിളിച്ചു വെച്ചിട്ടുള്ള പരിപാടിയാണ് എനിക്ക് പറയാനുള്ളൂ. ഒരു 2-3-4 എണ്ണം മാത്രമേ ഉള്ളൂ നല്ലത്, ബാക്കിയൊക്കെ പച്ചക്കടദാസപ്പന്മാരാണെന്നുള്ളതാണ്. എന്തായാലേ ഇതൊന്ന് കാണാം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്റെ മനസ്സിൽ. കാരണം അങ്ങനെ ഏൽപ്പിച്ചിട്ട് വരുമ്പോഴാണ് എനിക്കൊരു ധൈര്യം ഇപ്പോഴും മനസ്സിൽ. അയ്യോ, അങ്ങനെ ഏൽപ്പിച്ചു വരുമ്പോൾ ആ മനസ്സിനൊരു ധൈര്യം എന്നുള്ളത്. എടോ, ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ മകന്റെ പിറന്നാൾ എന്നാന്നറിയോ? നീ ആ ഒരു ബിഗ് ലൂസിന്റെ അകത്തിരുന്നിട്ട് എന്തെങ്കിലും നിന്റെ ഋതപ്പന് ഒരു ഹാപ്പി ബർത്ത്ഡേ എങ്കിലും പറഞ്ഞില്ലല്ല? അതാണ്. എന്താ ചെയ്യല്ലേ, സ്വന്തം മക്കളുടെ പിറന്നാളിന്റെ ദിവസം പോലും അറിയില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് കിടന്നിട്ട് ഇങ്ങനെ കരയണത് ഋതപ്പനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെയാണ് ചിട്ട് സത്യം പറയട്ടെ, നുണ കൊണ്ട് കൂമ്പാരം കൂട്ടി വെച്ചുകൊണ്ടാണ് രണസുനെ ഈ ഒരു സ്ഥലം വരെ എത്തി നിൽക്കുന്നത്. ഇപ്പോഴും നുണകൾ തന്നെയാണ്. ബിഗ് ലൂസിന്റെ അകത്ത് തന്നെ നിങ്ങൾ എടുത്തു നോക്കി നോക്ക്. തിന്നുക, കിടക്കുക, പിന്നെ ഞാൻ പറയണ്ടല്ലോ വേറെ എന്താ ഉള്ളത്? ഏതെങ്കിലും 1-2 ടാസ്ക് ഒരു ടാസ്ക് ആയിട്ട് ജയിച്ചിട്ട് തോന്നുന്നു. ഇത് മനഃപൂർവ്വം ബിഗ് ലൂസ് അവരെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. കുറെ അമ്മമാരാണല്ലോ ഈ ബിഗ് ലൂസ് കാണുക. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ധാരണയിലാണ് നിർത്തിക്കണത്. സത്യം പറയട്ടെ, വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റ. ഇപ്പൊ എന്താണ് ചേട്ടായിരെ അടുത്ത് നിർത്തിയിട്ടാ വന്നിട്ടുള്ളത് എന്നുള്ളതാ. അപ്പൊ ഇതെന്താ നോക്കിയേ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞുകൊണ്ടായിരിക്കും ആളുടെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പം നമുക്ക് ഇടയ്ക്ക് സ്മെല്ല് വരാറുണ്ടായിരുന്നു, പെർഫ്യൂം പോലത്തെ ഒരു സാധനം. ഒരു 2 സെക്കൻഡ് പോലെ നിക്കത്തില്ല, അത് പടപ്പന്നു പോകും. അതെ 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 അതെ. മരണപ്പെട്ടു പോയ ആളുകളൊക്കെ നമ്മുടെ അടുത്ത് കൂടെ ഇങ്ങനെ പെർഫ്യൂം അടിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്ന പറഞ്ഞത്. ഇപ്പൊ അത് കാണാനില്ല, സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഏൽപ്പിച്ചിട്ടാ വന്നിട്ടുള്ളത്. എന്നിട്ട് നേരെ ബിഗ് ലൂസിൽ വന്നിട്ട് എന്താ കാണിച്ചത്? സുധിച്ചേട്ടായി ഉമ്മ 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 എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബിഗ് ലൂസിലല്ലേ അപ്പൊ സുധിച്ചേട്ടപ്പ ഉള്ളത്? അല്ല, വരുന്നതിന് മുന്നേ പറഞ്ഞ എന്താ ഇപ്പൊ ആളെ സാന്നിധ്യം ഇല്ല എന്നല്ലേ? എന്തൊക്കെ പറയുന്നു. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, അതിനാണ്. ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്, പിള്ളേരുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ അവിടെയാണ് ഇപ്പൊ ഉള്ളത്. കൽപ്പന ചേച്ചിയുടെ അടുത്തുണ്ട് നേരത്തെ പറഞ്ഞ്. അതുകൂടാതെ ബിഗ് ലൂസിലാണ് ആദ്യം ഉള്ളതെന്ന് പറഞ്ഞ്. പിന്നെ നിങ്ങൾ കൂടാതെ ഒരാളും കൂടി ഇവിടെ ഉണ്ടെന്ന് ലാലേട്ടനും പറഞ്ഞ്. അപ്പൊ എല്ലാം കൂടെ ഇപ്പൊ എവിടെ കിടക്കുന്നത്? പല സ്ഥലത്തായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഇതൊന്ന് കേട്ടോക്കെ. 2 വർഷം കഴിഞ്ഞില്ല, കുറെ നാളായിട്ട് എന്തോ ഒരു പ്രസൻസ് ഇല്ലാത്തൊരു മുടി. ഇനിയിപ്പോ അറിയില്ല, സുചര മാറി നിൽക്കുമായിരിക്കും, കുറച്ച് കഴിയുമ്പോ വരും. അതെ 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 അതെ. പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഈ റീൽസും കാര്യങ്ങളും ഒക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ആള് മാറി നിന്നതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് വരുണ്ടാവായിരിക്കാന്നാ പറഞ്ഞത്. എന്തിനാണോ ആവശ്യമില്ല, അത് മരിച്ചു പോയാലെങ്കിൽ ഈ പരിപാടി ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ആളെ നിരന്തരം ഇങ്ങനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇടങ്ങളിലും വന്ന് ഇങ്ങനെ പറയണേ. ഇത് അവസാനം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇവര് മുഴുവൻ നീള ലൈഫിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളതാ. എന്താ, ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്, പിള്ളേരുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ തന്നെ ഇരിക്കട്ടെ, വേറെ എവിടെയും പോണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി കൽപ്പന ചേച്ചിയുടെ പേര് ബിഗ് ലൂസിന്റെ അകത്തുണ്ട് എന്നുള്ള കാര്യമൊന്നും പറയരുത്, ദയവ് ചെയ്തിട്ട് ഇരിക്കുന്നോടത്തിരിക്കട്ടെ. ഞാൻ നന്നായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ ഞാൻ ഇന്ന് തൊട്ട് ഞാൻ ശ്രമിക്കും. നന്നായിട്ട് നിൽക്ക്, നന്നായിട്ട് ഇരിക്കുക, കിടക്ക്, എന്താ ചെയ്തോ. പക്ഷെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കണേ.
കാര്യമായിട്ട് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമും കൂടിയാണ്. ഇത് ഫുൾ ടൈം തലചൊറിച്ചലും പിന്നെ കലവല എന്ന് പറഞ്ഞ് നടക്കുന്നല്ലാതെ പിന്നെ ഇടയ്ക്ക് ഒരു കരച്ചില് പേരും പറഞ്ഞിങ്ങനെ കരയുക, പിന്നെ സുധിയേട്ടൻ അത് ഇത് ഇതൊക്കെ മാറ്റിപ്പിടിക്ക്. രേണുവിന്റെ വല്ല കാര്യങ്ങളും അവിടെ പറയാനട്ടാ, അല്ലെങ്കിൽ പിന്നെ പണ്ട് പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനോടും ചേച്ചിയോടും പറഞ്ഞു, ഇപ്പം സുചേട്ടൻ്റെ പ്രസൻസ് കിട്ടണമെന്നില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ തോന്നും അടുത്ത് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. നമ്മൾ കണ്ടു തുറന്ന് നോക്കുമ്പോൾ ആളില്ല. ഇതിപ്പോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു വട്ടെ. അതായത് ഞാനിപ്പോ പൊരിഞ്ഞുറക്കത്തിന്റെ ഇടയിലാണ് അടുത്ത ആരാ വന്നിരിക്കുന്ന പോലെ തോന്നുന്നത്. നോക്കുമ്പോ എന്താ വെച്ചാൽ ഒരു പൂച്ചയായിരുന്നു, നല്ല കറുത്ത പൂച്ച. ഞാൻ ഞെട്ടി ചാടി പൂച്ച ഒറ്റ വാതിലടക്കാതെ കിടന്നതിന് എനിക്ക് നമ്മുടെയൊക്കെ നല്ല ചീത്തയും കേട്ട്. അങ്ങനെ വല്ലതൊക്കെ ആവും ചിലപ്പോഴാണോ. ഇത്രയും ദിവസത്തെ പോലല്ല, ഇനി എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇന്നു മുതൽ ഞാൻ മെന്റലി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ തളരത്തില്ല, ഞാൻ പിടിച്ചു നിൽക്കും. നന്നായിട്ട് പിടിച്ചു നിൽക്കും. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ നന്നായിട്ട് പിടിച്ചു നിൽക്കും എന്നുള്ളത്. അയ്യാ, എവിടെയാണോ പിടിച്ചു നിൽക്കുക എന്ന് കാണിച്ചു തരണ്ടേ? അതാ കണ്ടോ. അവിടെ നന്നായിട്ട് ഇങ്ങനെ തലേന്ന് ഇങ്ങനെ കിട്ടി, ഓ ചക്കപ്പേനെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. വേറെ ഒന്നും ഉണ്ടാവില്ല അവിടെ. നിങ്ങളുടെയൊക്കെ ഒരു ഗെയിം ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ബിഗ് ബോസ് അവസാനം വരെ നിങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം നല്ല രീതിയിൽ ഒരു ഞാൻ പറയുന്നില്ല, ബിഗ് ലൂസ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നാലോ ബിഗ് ലൂസിൽ വേണ്ടൊരു സാധനം അവർ ഇടക്കിടക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് കാണിച്ചു തരാം. സ്കൂളിൽ പോയോ നീ? എന്നെ പഠിച്ചു, അമ്മ മറന്നു പോകല്ലേ. മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാണ് ഇപ്പൊ സീരിയലിനെക്കാളും കഷ്ടാന്നുള്ളതാ. ഫുൾ ടൈം കരച്ചലും പീച്ചലും, പിന്നെ മരിച്ചു പോയ ഒരാളെന്നെ വിടാതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. ആത്മാവിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. അല്ലാത്ത മനുഷ്യ. എന്നെ തന്നെ ഞാൻ പാകപ്പെടുത്തുവാണ്. ചേട്ടൻ മക്കളുടെ കൂടെ തന്നെ ഇരുന്നോളൂ, അവരെ നോക്കിയിരുന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ അവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ചേട്ടൻ ഇടയ്ക്കിടെ ഇങ്ങനെ പുറത്തു പോവല്ലേ, പെർഫ്യൂമൊക്കെ അടിച്ച് മുന്നിൽ കൂടെ അങ്ങോട്ട് പോയിരുന്ന ഏട്ടനാണ്. ഇപ്പൊ ഏട്ടൻ പ്രസൻസേ ഇല്ല. ചേട്ടൻ എവിടെയോ ഉണ്ട്, പക്ഷെ ചേട്ടൻ മരിച്ചിട്ടില്ല. ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്. ഇനി ആ ചേട്ടനെങ്കിൽ വെറുതെ വിടിട്ട് എന്റെ പൊന്നോ, വെറുതെ വിട്. ഈ കൊല്ലസുതി എന്ന് പറയുന്ന മനുഷ്യനൊരു മഹാനായ കലാകാരനൊന്നുമല്ല. സത്യം പറയട്ടെ, കൊല്ലസുതി ആരാണെന്ന് ചോദിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ആരാണ് ഈ രണസുന? ഇന്ന ആളാണ് രണസുന കൊല്ലസുതിയുടെ. ഓ, ആരാണ് ഈ കൊല്ലസുതി എന്ന് ചോദിക്കുന്ന അവസ്ഥ പോലും ഉണ്ട്. ആകെ ടമാർപ്പടാറ്. പിന്നെന്താ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ, എത്ര സിനിമ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ആളുടെ ഒരു മഹാനായ കലാകാരൻ എന്ന രീതിയിലേക്കൊക്കെ ആക്കാനുള്ള ശ്രമമൊക്കെയാണ് രണസുന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം നടക്കും വിജയിക്കുന്നുള്ളതൊന്നും. സ്വന്തം കുഞ്ഞിന്റെ പിറന്നാൾ ഡേറ്റ് പോലും അറിയില്ല. അതിന് വെറുതെ ഇട്ടതാണേ. അതെന്തിനാ വെച്ചാലേ, സുധി ചേട്ടാ ഞാൻ വന്നുട്ടാ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, സുധി രേണു ബിഗ് ലൂസിൽ എത്തുന്നതിന് മുന്നേ അവിടെ എത്തി എന്നുള്ളതാ. ഇനിയിപ്പോ ഇവിടെ നിന്നൊക്കെ തിരിച്ച് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോ എത്ര സമയം എടുക്കാണാവോ. എന്തായാലും രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. രേണു, എന്ത് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്? അത് തന്നെ ചിന്തിക്കൂ. അത് നല്ലൊരു കാര്യമാണ്. എന്ത് ചിന്തിക്കുമ്പോഴാണ് ആശ്വാസം കിട്ടുന്നത് അത് തന്നെ ചിന്തിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചിന്തിക്കാനും ഒന്നും ഉണ്ടാവില്ല. ഫുള്ള് കാലിയായിട്ട് കിടക്കുകയാണ്, ഒന്നും ചിന്തിക്കാണ്ടാവില്ല. ആശ്വാസം എന്ന് പറഞ്ഞ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് വേണമെന്നറിയാം, ഇവർക്ക് നല്ലതായി ട്രോള് കിട്ടണം. അവർ പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് ട്രോള് കിട്ടുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്, നിർവൃതിയാണെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും കാണാൻ അവർക്ക് പറ്റൂലല്ലോ. എന്തായാലും ആശ്വാസം കണ്ടെത്തുന്ന ആ ഒരു കാര്യം കാണിച്ചു തരാം. കുഴപ്പമില്ല, എനിക്കൊന്ന് വീട്ടിൽ വിട്ടാ മതി. എന്നെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ എന്താ അത്യാവശ്യം? എനിക്കിതെല്ലാം കളയണം, എനിക്ക് വീട്ടിലൊരു സമാധാനം നിൽക്കട്ടെ. അതൊക്കെ ഒന്ന് കളയാനാണെങ്കിൽ പോലും എന്റെ ബിഗ് ലൂസെ അവരൊന്ന് പുറത്ത് വിട്. അവർക്ക് വീട്ടിൽ പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. സമാധാനം കിട്ടുന്ന ഒരു കാര്യം അത് മാത്രം. പിന്നെ എന്തിനാണ് അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? പിടിച്ചു വെച്ചോണ്ടിരിക്കും, ഞങ്ങൾക്കറിയാം. ഇവിടെ കുറെ എണ്ണപ്പൊ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അതിന്റെ വോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തോണ്ട് കപ്പും കൊടുത്ത് വിട്ടാൽ മതി ബിഗ് ലൂസ്, കേട്ടോ. അവിടെ നിർത്തേണ്ടവരൊക്കെ പുറത്തിട്ടിട്ട് ഒന്നുമില്ല, ഞാനൊന്നും പറയുന്നില്ല. ഓക്കേ ബിഗ് ബോസ്. ശരി എങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. തട്ടിത്തടഞ്ഞൊന്നും വീഴല്ലേ, ധൈര്യമായി മുന്നോട്ട് പോകും. സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞ 2 ഫ്ലൈയിങ് കീസും കൂടി കൊടു. എന്നിട്ട് സുധിച്ചേട്ടാ ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ട. എന്തായാലും ഞാനിപ്പോ ഒരു കരച്ചിൽ നടത്തിയിട്ടുള്ളൂ. അടുത്ത കൺഫ്യൂഷൻ റൂമിലേക്ക് ഇനി വിളിക്കുന്നതിന് മുന്നേ ചേട്ടാ ഒരു കാര്യം ചെയ്യൂ, വേഗം അങ്ങോട്ട് പോക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് മക്കളുടെ അടുത്ത് പോയി നിൽക്കാൻ പറട്ടാ.
വെറുതെ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ കൂടി ഇതിന്റെ ഇടയിൽ കൂടെ പരത്തുന്നുണ്ടല്ലോ. ബിഗ് ബോസ് കൊണ്ട് ഇപ്രാവശ്യത്തെ ഗുണം അതൊക്കെ തന്നെയാണ്. ലെസ്ബിയൻ കപ്പിൾസിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇങ്ങനെ കുറെ നുണകൾ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ കുറെ സാധനങ്ങൾ നന്നായിട്ട് പ്രൊമോട്ട് ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. കൊള്ളാം. എന്തായാലും രണസുനയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാള് ഒരു ഒന്നൊന്നര ഡയലോഗ് അടിച്ചിട്ട് അന്ന് കേൾപ്പിച്ചു തരാം. മുന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ രേണു സുതി അല്ല വെക്കണമെങ്കിൽ രേണു സുതിയെ പോലെ മണ്ണിനടിയിലാവണം. അത്രേ ഉള്ളൂ. അതാവട്ടെ എന്നാ പറയണത്. അയ്യോ, ആ ചേച്ചി കാര്യം അറിയാതെ പറഞ്ഞതാണെങ്കിൽ പോലും കേൾക്കുമ്പോ നല്ല ചിരി വരുന്നുണ്ട് അല്ലേ. എന്തായാലും ഒരാൾ മരിച്ചുപോയി. മരിച്ചു പോയാലെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുമ്പോ സമാധാനം മുഴുവനായിട്ടുണ്ട് കളഞ്ഞ്. അയാളെ ഈ രീതിയിൽ നാണം കെടുത്തി അങ്ങ് വലിച്ചു കീറി ഒട്ടിക്കാൻ രണസുനയെ കൊണ്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇവരൊന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തിനു പറയുന്നത്, ഇവർക്ക് ആരോ ഒരാൾ ജോലി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം അവസാനിച്ചെന്നെ. ഈ ബിഗ് ലൂസിൽ കിടന്നിട്ടുള്ള ഈ കോപ്രായത്തരങ്ങളും നമ്മൾ കാണേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ്. ദയവ് ചെയ്ത് അന്ധവിശ്വാസങ്ങൾ ഇവിടെ പരത്തരുത്. ഞാൻ കാര്യമായിട്ട് പറയാണ്. എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ പരത്തുന്നത്? അത് കൂടാതെ നിങ്ങൾക്ക് ഒന്നും കളിക്കാനില്ല, ഗെയിമൊന്നും ചെയ്യാനില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ആളുകൾക്ക് ഒരു അരോചകമായിട്ട് തോന്നിയിട്ട് വെറുത്തു തുടങ്ങി എന്നുള്ളതാണ്. എത്ര ആളെ കമന്റ് ഇടുന്ന അറിയോ, മടുത്ത് ഇതൊന്ന് മാറ്റി പിടിക്കാൻ പറ്റുന്നു. ഈ 24/7 ഞാൻ ഇടക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കാണാം, ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് കരയണത് കാണാം, അല്ലാതെ വേറൊന്നും ഞാൻ കാണുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാം. ആവശ്യമുള്ളവരെ അവിടെ നിലനിർത്തിയിട്ട് ആവശ്യമില്ലാത്തവരെ പുറത്താക്കുക, അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ നല്ല കുറച്ച് ആളുകളെ കയറ്റാൻ കണ്ടു. എന്നിട്ട് പറ്റാളൊക്കെ കുറെ എണ്ണം മോശമാണ്, കളിക്കാൻ പോലും അറിയില്ല, എന്താന്ന് പോലും അറിയില്ല. ഇതൊരു മൈൻഡ് ഗെയിം ആണെന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാലോ. അത് എന്ത് തേങ്ങയാണെന്ന് പോലും അറിയില്ല. അതാണ് ഇവരൊക്കെ കുഴപ്പം എന്നുള്ളതാണ്. ഇപ്പൊ രണസുനക്ക് ഒന്നും പറയാൻ അറിയില്ല. രണസുനക്ക് ഒരു കാര്യം അറിയാം, 24 മണിക്കൂറും പുട്ടിന് പീറാന്ന രീതിയിൽ കൊല്ലം സുധി എന്നും മക്കളുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് കിട്ടുമെന്ന് അറിയാം. ഈ ഒരു വോട്ട് കണ്ട് മാത്രം എങ്ങനെയാ അവരെ പിടിച്ചു നിർത്തുന്നത്? ഇവർ കൃത്യമായി കളിക്കുന്നില്ല. ഈ ഗെയിമും കാര്യങ്ങളൊന്നും കറക്റ്റ് നോക്കാതെ എന്തിനാണ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്.